പഴയങ്ങാടിയിൽ ഏഴോം ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്ലാത്രയിൽ നിന്ന് പഴയങ്ങാടിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വൈകുന്നേരമാണ് പോകുന്നത്. അപ്പോൾ പുതിയങ്ങാടിയിലെ എല്ലാവരും പഴയങ്ങാടിയിലേക്ക് വരും. അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും കൂടിയിട്ട് ഏഴോം ഫെസ്റ്റിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓട്ടോയിനാണ് പോകുന്നത്. അപ്പം വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് നടന്നിട്ട് പോയി. എന്നിട്ട് പഴയങ്ങാടി എത്തുമ്പോൾ അവിടെ എന്തോ ഒരു അമ്പലത്തിൻ്റെ പരിപാടിയായിട്ട് കുറേ ആൾക്കാരിൽ ഇങ്ങനെ ചണ്ടയിൽ മുട്ടിയിട്ട് പോകുന്നുണ്ട്. അതിനെ കണ്ട് ആസ്വദിച്ചിട്ടാണ് നമ്മൾ ഏഴോം ഫെസ്റ്റിലേക്ക് കയറിയത്. അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തത് പുതിയങ്ങാടിയിൽ നിന്ന്. പിന്നെ ഏട്ടത്തിൻ്റെ മോളും ഏട്ടത്തിയും എല്ലാവരും വരണത്ര. അപ്പോൾ അവരെ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്ന്. അപ്പോൾ അവർ വന്നതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്, അവരെയും കൂട്ടിയിട്ട്. അപ്പോൾ നല്ല കാണാൻ എന്താ പറയുക, ഒരുപാട് കാണാൻ അങ്ങനെയൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഉള്ളിലുള്ളത്. ഏഴോം പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അവിടെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉൾഭാഗത്ത് കയറുമ്പം തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലെത്തിക്കഴിയുമ്പം തന്നെ ഒരുപാട് മൃഗങ്ങളെല്ലാം ആയിട്ട് എന്താ പറയുക, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. നല്ല വലിയ ആന, ജിറാഫ്, സിംഹം, പുലിക്കുട്ടി, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പഴയങ്ങാടി ഭാഗത്ത്, പുതിയങ്ങാടി ഭാഗത്ത്, മാട്ടൂർ ഭാഗത്തുള്ള ആൾക്കാരിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുറേ ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇൻസ്റ്റയിൽ ഫേമസ് ആയ ഒരു ചെറിയൊരു മോളുണ്ട്. ആ മോളെ പേരെനിക്ക് ശരിക്കും അറിയില്ല. ആ മോളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ജിറാഫിനെല്ലാം ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒറിജിനലായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അതിങ്ങനെ അനങ്ങുന്നെല്ലുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ശരിക്കും ഒരു കാട്ടിൽ പോയ ഒരു പ്രതീതിയായിരുന്നു. പിന്നെ കുട്ടികളിൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കളെല്ലാം ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. നാജിയാൻ്റെ മോന്, പിന്നെ ഫാത്തിമാൻ്റെ മോള്, ദുവ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരിൽ നന്നായിട്ട് എന്താ പറയുക, തൊടാനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. ആർക്കും ഒരു പേടിയൊന്നുമില്ല പിള്ളേർക്കൊന്നും. പണ്ട് നമ്മളെല്ലാം ആനനെയും പുലിനെയും കണ്ട് ഇങ്ങനെയുള്ള ടോയ് കണ്ടാൽ തന്നെ നമ്മളെന്ത് ചെയ്യും, ദൂരെ പേടിച്ച് നോക്കില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും വലിയ പേടിയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ തൊടാനെല്ലാം പോകുന്നുണ്ട്. എല്ലാം നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഫോട്ടോയിൽ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇഷാനി കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാം കൂടെ നേരത്തെ പോയി. അപ്പോൾ ഇഷാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തായാലും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ചു വരണം, നമ്മളെ കൂടെ തിരിച്ചു വരണം. അതെന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ല തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മളെ കൂടെ തന്നെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷാനില്ലത് കൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം കുറേ കുടുംബശ്രീൻ്റെ കുറേ പ്രൊഡക്റ്റെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവർ കുടുംബശ്രീക്കാർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കുറേ പലഹാരങ്ങളും പിന്നെ അച്ചാറ്, ഉപ്പിലിട്ടത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ടതിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, അച്ചാറ് വാങ്ങിച്ചിട്ടുണ്ടായില്ല. ഉപ്പിലിട്ടത് വെറുതെ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സോപ്പ്, അങ്ങനെ ഉള്ളതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെടികൾ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സാധനങ്ങളൊന്നും അധികം വാങ്ങിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു തൊട്ടിൽ എല്ലാം ഇല്ലേ, ട്രെയിന് അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ, അതിലെല്ലാം കുട്ടികളെല്ലാം കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സാധനങ്ങളൊന്നും ഒരുപാടുണ്ട്. ഭക്ഷണം കഴിക്കേണ്ട കോളിഫ്ലവർ പൊരിച്ചത്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. പുറത്തുള്ള ഭക്ഷണം ഇപ്പം അധികം അങ്ങനെ കഴിക്കലില്ല. ഈ ഒരു ജീപ്പിലും കാറിലെല്ലാം ദുവലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ പേടിച്ചു പോയി. ദുവ സ്പീഡ് കൂടുമ്പോൾ പേടിക്കോ കാര്യമോ. അപ്പോൾ നസ്രി പറയുന്നുണ്ടായിരുന്നു, ഇല്ല അവൾക്കത് ശീലമാണ് അവൾ. പിന്നെ നാജിയലും ഊഞ്ഞാലിൽ കയറാം. പണ്ടെല്ലാം ഞാൻ ഊഞ്ഞാലിൽ കയറലുണ്ട്. പക്ഷേ ഇപ്പം എന്തോ എനിക്കൊരു പേടി തോന്നുന്നു. അപ്പോൾ എന്നെ ഒരുപാട് നാജിയ വിളിച്ചു, വാമ്മ കയറാലെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാനില്ല, നിങ്ങൾ കയറിക്കോന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര. പക്ഷേ എൻ്റെ ഉമ്മ പോലും കയറി കേട്ടോ. ഒരു തീവണ്ടി ഉണ്ടായിനേടാ, നമ്മൾ ട്രെയിന്, തീവണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിന്. അപ്പോൾ ആ ട്രെയിനിൽ പിന്നെ എന്താ പറയുക, ഉമ്മയിലും കയറിയിട്ടുണ്ടായിരുന്നു. ഉമ്മ കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉമ്മ ഞാനും കയറാം എന്നാലും പറഞ്ഞ് ഉമ്മ കയറി. പേടി ഉണ്ടായിരുന്നു ഉമ്മന. പക്ഷേ ഉമ്മ കൂളായിട്ട് ഇരുന്നിട്ട് ഞാൻ ആചാരോട് വെച്ച് വീഡിയോ എടുത്തില്ല. അപ്പം ആ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഇവാനും ദുവയും അയാപ്പിയും എല്ലാം എന്താ പറയില്ല, അവർക്കൊന്നും ഒരു പേടിയില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ ആ സ്പീഡിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പണ്ടല്ലേ ഞാൻ കയറും. പക്ഷേ ഇപ്പം എന്തോ എനിക്ക് ഭയങ്കര പേടി. പിന്നെന്താ പറയലേ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിനും ഊഞ്ഞാലും എല്ലാം കയറി കഴിഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോൾ. പിന്നെ പ്രത്യേകം പറയേണ്ട എന്താണെന്നറിയും, സ്റ്റേജ് പരിപാടി അവിടെ ഈ കുടുംബശ്രീക്കാർ തന്നെയാണെന്ന് തോന്നുന്നു. അവരെന്തൊക്കെയോ പരിപാടികളിൽ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നാജിയ പറഞ്ഞു, ഒരു ബോട്ട് പോലത്തെ ഒരു സാധനം, തോണി പോലത്തെ, അതിലും കൂടി കയറാമെന്ന് വിചാരിച്ചിട്ട് അവർ രണ്ടാളും കൂടി അതിലും കൂടി ഇങ്ങനെ 80 രൂപ 100 രൂപയാണ് കയറാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് ഈ ഒരു മോളെയാണ് ഞാൻ പറഞ്ഞത്, ഇൻസ്റ്റയിലെ മോളെന്ന്
പറഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെക്സിൽ വെച്ചിട്ടുള്ളൊരു മോളാണ്, കുഞ്ഞു മോള്. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ പുതിയങ്ങാടി മാട്ടൂർ പഴയങ്ങാടി ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും ഫെസ്റ്റിന് പോവുക. ആ ഒരു ഫെസ്റ്റ് എല്ലാവരും വിജയിപ്പിക്കുക. പിന്നെ എന്താ പറയല്, അത് കഴിഞ്ഞ് ഒരു 8:15 നമ്മൾ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പഴയങ്ങാടി ഭാഗത്തൊന്നും ഭക്ഷണം കഴിക്കേണ്ടത്, പയ്യന്നൂരാണെങ്കിൽ നമുക്ക് എല്ലാ ഹോട്ടലുകളിലും അറിയായിരിക്കും. പഴയങ്ങാടി ഭാഗത്ത് അങ്ങനെ വലിയ ഒന്നും അറിയില്ല. എന്നിട്ട് എല്ലാവരും പറഞ്ഞാൽ ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫലൂദയും പിന്നെ ജ്യൂസും എല്ലാം ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക ചെയ്തത്. അന്നത്തെ രാത്രി ഇതായിരുന്നു നമ്മുടെ ഭക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയലേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.